അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാലാമത്തെ ജുസ് ലൻ തനാലു എന്ന് തുടങ്ങുന്ന ജുസ്. മൂന്നാമത്തേൽ നമ്മൾ പറഞ്ഞിരുന്നു സൂറത്തുൽ ബഖറയുടെ 8 പേജും ആലു ഇമ്രാൻ്റെ 12 പേജുമാണെന്ന്. അപ്പോൾ 20 പേജാണ് ഒരു ജുസ് ഉണ്ടാവുക. നാലാമത്തെ ഈ ജുസ്ഇൽ ലൻ തനാലു ആലു ഇമ്രാൻ്റെ 15ഉം സൂറത്ത് നിസായിൻ്റെ 5 പേജുമാണ്. അപ്പം ഇവിടെ 15, ഇന്നലത്തേൽ 12 എന്ന് പറയുമ്പം 27 പേജാണ് സൂറത്തു ആലു ഇമ്രാൻ വരുന്നത്, 200 ആയത്തുകൾ. അപ്പം ഇന്നത്തെ ഈ ജുസ്ഇൽ പ്രധാനമായിട്ടും പറയുന്നൊരു സംഗതി തുടക്കത്തിൽ പറയുന്നത് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് ചെലവാക്കുന്നത് വരെ പൂർണ്ണമായ പുണ്യം നിങ്ങൾക്ക് കരസ്ഥമാവുകയില്ല, അഥവാ സ്വർഗം കരസ്ഥമാവുകയില്ലെന്നർത്ഥം. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെലവാക്കണം എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. മിമ്മാ തുഹിബ്ബൂൻ, ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്നും. അപ്പം ആ ഒരു കാറ്റഗറി ഏതാണോ അതിൽ നിന്നും ചിലവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു ആയത്തിറങ്ങിയപ്പം മഹാനായ സഹാബി അബൂ തൽഹ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്നിധിയിൽ വന്നിട്ട് പറഞ്ഞു, നബി, എനിക്ക് ഏറ്റവും ഇഷ്ടം ബൈറുഹ തോട്ടമാണ്, ഞാനത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ദാനം ചെയ്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ തന്നെ ഏറ്റവും അടുത്ത ആളുകൾക്ക് വേണ്ടി വീതിക്കാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം കാണിച്ചത് ഏറ്റവും ഉയർന്ന മനസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വീതിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അപ്പം ഇങ്ങനെ വലിയൊരു സൽക്കർമ്മത്തെക്കുറിച്ച് ഈ ജുസ്ഇൻ്റെ ആരംഭത്തിൽ പരാമർശമുണ്ട്. ശേഷം അള്ളാഹുവിൻ്റെ ഭവനം സ്ഥാപിച്ചതിനെക്കുറിച്ച് ഏറ്റവും ആദ്യത്തെ പള്ളി എന്ന് മക്കയെ വിശേഷിപ്പിച്ചു. ഹജ്ജ് ചെയ്യൽ അള്ളാഹു നിയമമാക്കിയിരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഹജ്ജ് എന്ന് പറയുമ്പം ഒരു 60-65 വയസ്സൊക്കെ കഴിഞ്ഞ് പ്രായമുള്ളവരുടെ കോട്ടയിൽ കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കരുത്, മറിച്ച് ഏറ്റവും ആരോഗ്യമുള്ള സമയത്ത് തന്നെ നമുക്ക് സാധിക്കുമെങ്കിൽ ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുകയും ദുആ ചെയ്യുകയും അതിനു വേണ്ട പ്രവർത്തനങ്ങൾ നടത്തി ഹജ്ജിന് വേണ്ടി എത്തിച്ചേരുക എന്നുള്ളത് നമ്മളുടെ ദീനിൻ്റെ സമ്പൂർണ്ണതയുടെ ഭാഗമാണ്. ഹജ്ജ് എന്ന് പറയുമ്പം വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ്. സമ്പത്തും ശരീരവും അതോടൊപ്പം നമ്മുടെ ബുദ്ധിയും എല്ലാം അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്താണ് ഹജ്ജ്. ഹജ്ജിനെ അനാവശ്യമായി മാറ്റിവെക്കുന്നത് വലിയ നന്ദികേടാണ്. ആരെങ്കിലും അങ്ങനെ നന്ദികേട് കാണിക്കുന്നെങ്കിൽ വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, നന്ദികേട് കാണിക്കുന്നെങ്കിൽ, നിഷേധം കാണിക്കുന്നെങ്കിൽ അവർക്കാണ് അതിൻ്റെ നഷ്ടം. അള്ളാഹു ധന്യനാണ് മുഴുവൻ മാലോകരിൽ നിന്നും. അതുപോലെ അതിനടുത്തതായിട്ട് അള്ളാഹു തആല ഐക്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പാശം അഥവാ കയർ, പാശം നിങ്ങൾ ഒരുമിച്ച് മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. അപ്പം എന്താണ് ഭിന്നിപ്പ്, എന്താണ് വ്യത്യസ്ത അഭിപ്രായം എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കലൊരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെ യാത്രയാക്കാണ്, ഒരു സൈനിക നടപടിക്ക് വേണ്ടി യാത്രയാക്കാണ്. ബനു ഖുറൈള എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായ സംഭവമുണ്ട്. ലാ യുസല്ലിയന്ന അഹദും മിൻകുമുൽ അസ്റ ഇല്ലാ ഫി ബനി ഖുറൈള, നിങ്ങൾ ആരും ബനു ഖുറൈളയിലെത്താതെ അസ്ർ നിസ്കരിക്കരുത് എന്ന് ആ സംഘത്തോട് പറയാണ്. അപ്പോൾ അവർ യാത്ര പുറപ്പെട്ടു. അസറിൻ്റെ സമയമായപ്പം 2 അഭിപ്രായം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ എടുത്തുകൊണ്ട് അവിടെ എത്തിയിട്ട് അസർ നിസ്കരിക്കേണ്ടതുള്ളൂ എന്നൊരു സംഘവും, പറഞ്ഞതിൻ്റെ ഉദ്ദേശം നേരത്തെ എത്തണമെന്നാണ്. അപ്പോൾ നമുക്ക് എത്താൻ സാധിച്ചില്ല, അസർ സമയത്ത് തന്നെ നിസ്കരിക്കണം, എന്നിട്ട് വേഗം യാത്ര തുടരണം, ആ രീതിയിൽ വേണം അതിനെ മനസ്സിലാക്കാൻ എന്നൊരു സംഘവും. ആ സംഭവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നബിതങ്ങൾ ഏൽപ്പിച്ച ഉദ്യമം അവർ പൂർത്തിയാക്കി തിരിച്ചെത്തി. അള്ളാഹുവിൻ്റെ റസൂലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനൊരു വ്യത്യാസമുണ്ടായി എന്ന് പറഞ്ഞപ്പം ഏറ്റവും കുറഞ്ഞ പക്ഷം ഞാൻ ഉദ്ദേശിച്ചത് ഇതാണെന്നെങ്കിലും നബി തങ്ങൾ പറയണ്ടേ. പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു തരാണ്, വലം യുഅന്നിഫ് അഹദം മിൻഹും, ആ 2 കൂട്ടരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ ആരെയും ആക്ഷേപിച്ചില്ല. അപ്പം ഹദീസുകളെ മനസ്സിലാക്കുന്നിടത്ത്, ഖുർആനെ മനസ്സിലാക്കുന്നിടത്ത് സഹാബികൾ അല്ലെങ്കിൽ താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, ആദ്യത്തെ ഉത്തമ തലമുറ, അവർ കർമ്മശാസ്ത്രപരമായ ശാഖാപരമായ വിഷയങ്ങളിൽ 2 അഭിപ്രായമുണ്ടായി. അത് ഉമ്മത്തിൽ മദ്ഹബിൽ നിലനിൽക്കുകയാണ്. അതിനെ ഇമാമുകൾ പിൻപറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വിഷയത്തിൽ തർക്കം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അതിനെ ഭിന്നിപ്പായി കാണുന്നതോ ശരിയല്ല, മറിച്ച് അത് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ഭിന്നിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തിപരമായ ഇഷ്ടം അനിഷ്ടം, അതിൻ്റെ പേരിലുണ്ടാകുന്ന ഗ്രൂപ്പ്, അതിനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ എന്നതിനപ്പുറത്തേക്ക് വെറുപ്പിലേക്കും വൈരാഗ്യത്തിലേക്കും പോകുന്നതിനെയാണ് ഭിന്നിപ്പെന്ന് പറയാം. അപ്പോൾ നിങ്ങളങ്ങനെ ഭിന്നിക്കരുത്, ഭിന്നിച്ചവരെ പോലെ ആകരുത്, അള്ളാഹുവിൻ്റെ പാശം നിങ്ങൾ ഒന്നിച്ച് മുറുകെ പിടിക്കണം എന്ന് പറയണം. അപ്പം മുസ്ലിമീങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്നിച്ച് നിൽക്കേണ്ട ഒരുപാട് വിഷയങ്ങളും സ്ഥലങ്ങളും ഉണ്ട്, അതിൽ ഒന്നിച്ച് നിൽക്കുക എന്നുള്ളതാണ്
ഈ ആയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട സംഗതി. അതുപോലെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം വരുന്ന ആയത്തുകളിൽ പറയുന്നുണ്ട്. നിങ്ങളിൽ നിന്നും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സംഘം ഉണ്ടാകട്ടെ, അവരാണ് വിജയികൾ. നിങ്ങൾ ഉത്തമ സമുദായമാണ്, അല്ലാഹു തആല അയച്ചിരിക്കുന്നത് തന്നെ ഈ ഒരു ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയാണെന്ന്. വൽതകും മിൻകും, അതുപോലെ കുന്തും ഖൈറ ഉമ്മത്തിൻ, ഈ ആയത്തുകളെല്ലാം ഈ ജുസ്ഇൻ്റെ 2-3 പേജുകളിൽ വരുന്നുണ്ട്. ശേഷം സത്യവിശ്വാസികൾക്കൊരു നിർദ്ദേശം കാണാം. നിങ്ങൾ ശത്രുക്കളെ നിങ്ങളുടെ സഹായികളായിട്ട് സ്വീകരിക്കരുത്. അവരുടെ വായിൽ നിന്നും വിദ്വേഷം വമിക്കുന്ന വാക്കുകൾ വന്നു കഴിഞ്ഞു. ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന സംഗതികൾ ഇതിനേക്കാൾ മാരകമാണ്. എന്നാൽ പലപ്പോഴും മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം നാമധാരികൾ ഇസ്സത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മുസ്ലിമീങ്ങളെ ഒറ്റുകൊടുക്കുകയും നിഷേധികളോടൊപ്പം പങ്കുചേരുകയും ചെയ്യും, അവരുമായിട്ട് ചേരുകയും ചെയ്യും. പലപ്പോഴും നിഫാഖുള്ളവരിൽ നിന്നാണ് ഇങ്ങനത്തെ പ്രവൃത്തി ഉണ്ടാകാം. അപ്പോൾ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ ഈ ഒരു സംഗതി, ഖദ് ബദത്തിൽ ബഗ്ളാഉ മിൻ അഫ്വാഹിഹിം, അവരുടെ വായിൽ നിന്നും വിദ്വേഷം പുറത്തു വന്നിരിക്കുന്നു. വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ, അവരുടെ ഹൃദയത്തിൽ മറച്ചു വെച്ചിരിക്കുന്നത് ഇതിനേക്കാൾ ഭയാനകമാണ് എന്നുള്ളത് ഖുർആനിൽ പറഞ്ഞതുപോലെ നമുക്കിങ്ങനെ അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ ചിത്രം തെളിഞ്ഞ് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റാറുണ്ട്. ശേഷം ബദറിനെ കുറിച്ചുള്ള പരാമർശവും ഉഹദിനെ കുറിച്ചുള്ള വിശദമായ വിവരണമൊക്കെ ഉണ്ട്. അപ്പം ബദറും ഉഹദും തമ്മിലൊരു വ്യത്യാസം വരുന്നത്, ബദറിൽ യൗമുൽ ഫുർഖാനാണ്, സത്യാസത്യത്തിൻ്റെ വിവേചന ദിവസമാണ്. അപ്പോൾ അവിടെ ഒറ്റയടിക്ക് വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഉഹദിൽ വിജയം കിട്ടി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം തെറ്റിച്ചതിൻ്റെ പേരിൽ ചെറിയൊരു ഭൗതികമായ ആഗ്രഹം വന്നുപോയി. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ നിർദ്ദേശത്തെ പൂർണ്ണമായി പാലിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലാഹു അവർക്കത് മാപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ അവരുടെ പദവി കുറച്ച് കാണിക്കലോ ഒരിക്കലും ആവാൻ പാടില്ല, അങ്ങനെ ആവുകയില്ല. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ നിർദ്ദേശമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന പർവ്വതത്തിൻ്റെ ഭാഗത്ത് നിൽക്കണം, അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട്. കാരണം ആ കുന്നിൻ്റെ അടുത്തുകൂടെ തിരിച്ചാക്രമിക്കാൻ ചാൻസ് ഉണ്ട്. സഹാബികൾക്ക് അത് അറിയില്ല, കാരണം അവർ വേറൊരു ഭാഗത്തേക്ക് തിരിഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ 50ഓളം അമ്പെയ്ത്തുകാരെ നിർത്തിയിരുന്നു. എന്നാൽ തുടക്കത്തിൽ വിജയം കിട്ടിയപ്പം സമരാധിത സ്വത്തൊക്കെ വീതിച്ചു പോകും, നമുക്കതിൻ്റെ പങ്ക് കിട്ടുമോ എന്നൊരു സ്വാഭാവിക ചിന്ത കൊണ്ട് ആ ഭാഗത്തേക്ക് അവർ വന്നു. അതിലൂടെ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ശത്രുക്കൾ വരികയും വലിയ പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടായതുകൊണ്ട് ഉഹദിൽ സംഭവ ബാഹുല്യം, ഒരുപാട് സംഗതികളുണ്ടായി. ബദർ ഒറ്റയടിക്ക് വിജയിച്ചു തീർന്നു. അപ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നും വിശദീകരിച്ച് തരാനില്ല. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുണ്ട്, ധാരാളം കാര്യങ്ങളുണ്ട്. എന്നാൽ ഉഹദ് സംഭവ ബഹുലമാണ്. വിജയം കിട്ടി, പിന്നെ തിരിച്ചടിയുണ്ടായി, കനത്ത തിരിച്ചടി. 70 പേര് ഷഹീദായി, 70 പേർക്ക് പരിക്കേറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി എന്ന കിംവദന്തി പരന്നു. അത് കേട്ടപ്പോൾ കുറേ പേര് പിന്തിരിഞ്ഞു പോകാൻ നിന്നു. ആ സമയത്ത് അവരെ ഉറപ്പിച്ചു നിർത്തി. പിന്നെ ഇങ്ങനെ തെറ്റ് സംഭവിച്ചതിൻ്റെ പേരിൽ എന്ത് ചെയ്യണം, അല്ലാഹുവിൻ്റെ റസൂൽ എങ്ങനെ തീരുമാനം എടുക്കണം, പിന്നെ ഉഹദിൽ ജയമാണോ പരാജയമാണോ എന്നുള്ളത് നമ്മൾ കണക്കുകൂട്ടിയിട്ടാണ് വിജയമാണെന്ന് കണ്ടെത്തുന്നത്. കാരണം എന്തുദ്ദേശത്തിലാണ് അവർ വന്നത് അത് നടന്നില്ലെന്ന് മാത്രമല്ല, അവസാനം മുഅ്മിനീങ്ങൾ അവരെ പിന്തുടർന്ന് പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതെല്ലാം കണക്കുകൂട്ടിയിട്ടാണ് നമ്മൾ ഉഹദ് വിജയമാണെന്ന് നിഗമനത്തിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട്, ഉഹദ് സംഭവ ബഹുലമായതുകൊണ്ട് ഒരുപാട് ഗുണപാഠങ്ങൾ ഇതിലുണ്ട്. അപ്പം അതിൽ പലതും ഇവിടെ സൂറത്ത് ആലു ഇമ്രാനിൽ വിവരിക്കുന്നുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ വഫാത്തായി എന്നൊരു കിംവദന്തി കേട്ടാൽ നിങ്ങൾ പിന്തിരിഞ്ഞ് പോയി കളയോ? അല്ലാഹുവിൻ്റെ റസൂൽ റസൂലാണ്, അല്ലാഹു ഇലാഹാണ്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, ഒരിക്കലും നിങ്ങളങ്ങനെ പിന്തിരിഞ്ഞ് പോകരുത്. അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ അല്ലാഹു തആല ഈ സംഘത്തിന് ഇത് മാപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഒരു നേതാവ് എങ്ങനെ ആകണം എന്നതിൻ്റെ ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല നൽകാണ്. ഇപ്പോൾ ഈ ഒരു നിർദ്ദേശം തെറ്റിച്ചു, അതുപോലെ തന്നെ ഇത്രയും വലിയ തിരിച്ചടിയൊക്കെ ഉണ്ടായി. അപ്പോൾ അവർക്കെതിരെ നടപടിയെടുക്കണം എന്നല്ല ഖുർആൻ പറഞ്ഞു. അല്ലാഹു അവർക്ക് മാപ്പാക്കി കൊടുത്തിരിക്കുന്നു. ആ ശരിയും തെറ്റൊക്കെ അല്ലാഹു തആല ചൂണ്ടിക്കാണിച്ചു തരാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു നിർദ്ദേശം തെറ്റിച്ചതിൻ്റെ പേരിൽ ഇത്രയും വലിയ പ്രയാസങ്ങൾ ഉണ്ടായെങ്കിൽ എന്തെല്ലാം നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ തെറ്റിപ്പോകുന്നുണ്ട്. വിവാഹം സമയത്ത് നടത്താൻ പറയുമ്പം നമ്മൾ കാരണമില്ലാതെ താമസിപ്പിച്ചു വെച്ചാൽ എന്തായിരിക്കും അതിൻ്റെ ഭവിഷ്യത്ത്? വിവാഹം ലളിതമാക്കാൻ പറയുമ്പം, ലളിത ജീവിതം പിൻപറ്റാൻ പറയുമ്പം, അതുപോലെ പല സംഗതികളും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ എത്ര വലുതായിരിക്കും. ഒരൊറ്റ നിർദ്ദേശം പാലിക്കാത്തതിൻ്റെ പേരിൽ ഇത്രയുണ്ടായി. പിന്നെ ഒരു തീരുമാനം എടുക്കേണ്ട സമയത്ത് ഇവിടെ നിൽക്കണോ അതോ താഴെ ഇറങ്ങിപ്പോണോ? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ, പറയുന്നത് വരെ ഇറങ്ങേണ്ടതായിരുന്നു പറഞ്ഞത്. എന്നാൽ ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം കഴിഞ്ഞല്ലോ, ഇപ്പം ചെറിയ വിജയം കിട്ടി എന്നൊക്കെ പറഞ്ഞവർ വന്നത്
അള്ളാഹു തആല ഖുർആനിൽ സൂചിപ്പിക്കുകയാണ്, സമരാർജിത സ്വത്ത് അഥവാ ഭൗതിക വിഭവങ്ങൾ കണ്ടുകൊണ്ടാണ് മിൻകും മൻ യുരീദു ദുനിയ വ മിൻകും മൻ യുരീദുൽ ആഖിറ. അപ്പം എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ട സമയത്ത് നമ്മൾ ദുനിയാവിന് മുമ്പിൽ വെച്ചുകൊണ്ട് തീരുമാനം എടുക്കരുത്, മറിച്ച് ദീനിൻ്റെ ഹൈറുകൾ നോക്കി തീരുമാനിക്കണം എന്ന സൂചനയും ഈ സംഭവത്തിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിന് നൽകിയ നിർദ്ദേശം എന്ന് വെച്ചാൽ, നബി ഇവർക്ക് ഈ തെറ്റ് മാപ്പാക്കി കൊടുക്കണം. ഈ മുഴുവൻ സഹാബികൾ അവരിൽ നിന്നും ഉണ്ടാകുന്ന പല പ്രവൃത്തികൾ ഇത് മാപ്പാക്കണം. എന്നിട്ട് അവർക്ക് വേണ്ടി താങ്കൾ അള്ളാഹുവിൻ്റെ പൊറുക്കലിനെ തരണം. അവരുമായിട്ട് കാര്യങ്ങൾ കൂടിയാലോചിക്കണം. എത്ര പ്രയാസമാണ് ഒരു നേതാവിനുണ്ടാവുക. ഒരു നേതാവായിരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര പ്രയാസമുള്ള പണിയാണ്. കൂടുതൽ ആളുകളുടെ തെറ്റ് മാപ്പാക്കുകയും അവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ഇസ്തിഗ്ഫാർ ചെയ്യുകയും എന്നിട്ട് അവരുമായിട്ട് കാര്യങ്ങൾ കൂടിയാലോചിക്കണം എന്നൊക്കെ പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നബി അങ്ങ് അവരോട് മയമായി പെരുമാറുന്നത്. അങ്ങ് കഠിന ഹൃദയനോ പരുഷ സ്വഭാവയോ ആയിരുന്നെങ്കിൽ അവരെല്ലാം ഓടിക്കളയുമായിരുന്നു. ജീവാർപ്പണം നടത്തിയ ഈ സഹാബികൾ തങ്ങളുടെ സൽസ്വഭാവം ഇല്ലായിരുന്നെങ്കിൽ ഓടിക്കളയുമായിരുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ ഒരു നേതാവ് ഒരു കോർപ്പറേറ്റ് ലെവലിൽ തന്നെ ഒരു 1000 പേരെ 10,000 പേരെ നയിക്കുന്നവരാണെങ്കിലും ഒരു 10 പേരെ നയിക്കുന്നവരാണെങ്കിലും എങ്ങനെ കൂടുതലുള്ളവരോട് പെരുമാറണം എന്ന വലിയ പാഠം, ഇത് വലിയ പ്രയാസമാണ് ഒരാൾക്ക് പാലിക്കാൻ. അത്ര വലിയ നിർദ്ദേശങ്ങൾ അല്ലാഹു തആല ഇവിടെ തരാണ്. പിന്നെ ഇതിനോടൊപ്പം ചേർന്ന് തന്നെ കപടന്മാർ അള്ളാഹു തുറന്നു കാണിക്കുന്നുണ്ട്. ഈമാൻ തെളിയിക്കേണ്ടി വരുന്ന അവസരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈമാൻ ഇല്ലാത്തവരുടെ കാപട്യം പുറത്താകും. അള്ളാഹുവിൻ്റെ റസൂലിനെ സഹാബികൾ ശരീരം മുമ്പിൽ വെച്ചുകൊണ്ട് തങ്ങളെ സംരക്ഷിച്ചു. തങ്ങളുടെ മുമ്പിൽ മനുഷ്യ കവചം തീർത്തു. മനുഷ്യ കവചം എന്ന് പറഞ്ഞാൽ ശരീരം ആയുധങ്ങൾക്ക് നേരെ വെച്ചു കൊടുക്കുകയാണ്. വാളും അതുപോലെ തന്നെ അമ്പൊക്കെ കൈകൊണ്ടും ശരീരം കൊണ്ടൊക്കെ തടയാണ്. നമ്മളാണ് ആ ഒരു സാഹചര്യത്തിൽ ഉള്ളതെങ്കിൽ ഇങ്ങനെ നമുക്ക് ഈമാൻ തെളിയിക്കാൻ പറ്റുമോ? അതോ മുനാഫിക്കുകളെ പോലെ ആയിപ്പോകുമോ? അല്ലാഹു തആല പറയാണ്, ഖദ് അഹമ്മത്ഹും അൻഫുസുഹും, അവർക്ക് അവരുടെ ജീവൻ വലുതായിട്ട് തോന്നി. അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടാകേണ്ട ശരിയായ ധാരണ അവർക്ക് ഉണ്ടായില്ല എന്ന് നിഫാഖുള്ള ആളുകളെക്കുറിച്ച് പറയുമ്പം നമ്മളൊന്ന് ആലോചിക്കണം, നമുക്ക് ഈമാൻ അത്തരം ഒരു സാഹചര്യത്തിൽ തെളിയിക്കാൻ പറ്റുമോ എന്നുള്ള സംഗതി. അതുപോലെ മുനാഫിക്കുകളുടെ ഒരു പ്രയാസം എന്താ? അവർ പറയാണ്, അവിടെയൊക്കെ പോയതുകൊണ്ടല്ലേ മരിച്ചു പോയത്. അള്ളാഹു തിരിച്ചു പറയാണ് അവരോട്, എവിടെയാണോ നിങ്ങളുടെ മരണം തീരുമാനിച്ചിട്ടുള്ളത് ആ സ്ഥലത്തേക്ക് നിങ്ങളുടെ കിടപ്പറയിലാണെങ്കിലും ശരി, മരണം നിങ്ങളെ തേടിയെത്തും. മരണത്തിൻ്റെ സ്ഥലത്തേക്ക് നിങ്ങളെത്തും. അപ്പം സ്ട്രോക്ക്, അറ്റാക്ക്, പല തരത്തിൽ അസുഖങ്ങൾ വന്നിട്ട് ICUയിലും ആക്സിഡൻ്റായിട്ട് റോഡിലൊക്കെ മരിക്കുന്നുണ്ട്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഷഹീദാകലാണ് ലാഭം. എന്തായാലും മരിക്കും. അപ്പോൾ വെറുതെ മരിക്കണോ അതോ ഒരു കാര്യത്തിന് വേണ്ടി അക്രമികളോട് അനീതിയുടെ ആളുകളോട് പോരാടി മരിക്കണോ? ഷഹീദിൻ്റെതാണ് ലാഭം. എന്താണെങ്കിലും സമയത്ത് മരിക്കും. അത് ഷഹീദാകലാണ് നല്ലത്. എന്ന് മാത്രമല്ല, ശുഹദാക്കളുടെ പദവിയെക്കുറിച്ച് പറയണം, ഒരിക്കലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവരെ കുറിച്ച് അവർ മരിച്ചു എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്, പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബഖറയിൽ. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത. ഇവിടെ പറയുന്നത് വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത. നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കുക പോലും ചെയ്യരുത്. അള്ളാഹു അവർക്ക് ഏറ്റവും നല്ലത് പകരം കൊടുത്തിട്ടുണ്ട്. അവർ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ അള്ളാഹു തആല അവർക്ക് വിഭവങ്ങൾ നൽകുന്നുണ്ട്. അവർ സന്തോഷിക്കുകയാണ്. ഇനി പുറകിൽ വരാനുള്ളവരും ഈ വലിയ മഹത്വത്തിലേക്ക് എത്തിച്ചേരും എന്ന ആഗ്രഹത്തിലും പ്രതീക്ഷയിലുമാണ് അവരുള്ളത് എന്നും കൂടെ വിവരിക്കുന്നുണ്ട്. ശേഷം ഈ സൂറത്തിൻ്റെ അവസാനത്തിൽ 200 ആയത്തുകളാണ് സൂറത്തു ആല ഇമ്രാനിലുള്ളത്. അതിലേറ്റവും അവസാനത്തെ 10 ആയത്തുകൾ വളരെ ശ്രേഷ്ഠമായ ആയത്തുകളാണ്. സുബഹിക്ക് മുമ്പ് ഓതൽ സുന്നത്തായതിൽപ്പെട്ടതാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി എന്ന് തുടങ്ങുന്ന ആയത്തുകൾ പ്രപഞ്ച ദൃഷ്ടാന്തങ്ങളിൽ പരിചിന്തനം നടത്താനും അള്ളാഹുലേക്ക് തിരിഞ്ഞ് മനസ്സ് മുഴുകിയിട്ട് ദുആ ചെയ്യാനും പഠിപ്പിക്കുന്നുണ്ട്. ആ ദുആയിൽ പ്രധാനപ്പെട്ടൊരു വാചകം, അള്ളാഹു നീ വാഗ്ദാനം ചെയ്ത പ്രതിഫലങ്ങൾ ഞങ്ങൾക്ക് നീ തരണം, ഖിയാമത്തിൻ്റെ നിന്ദതയിൽ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമെന്നാണ്. അപ്പം പ്രപഞ്ചത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ പരിചിന്തനം നടത്തിക്കൊണ്ട് ചെയ്യുന്ന ദുആക്കളുടെ കൂട്ടത്തിൽ ഇത് വരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിരുത്തി നമ്മൾ പറയേണ്ടതാണ്. വലാ തുഹ്സിന യൗമൽ ഖിയാമ, അള്ളാഹു ഖിയാമത്തിൻ്റെ ദിവസത്തിൽ ഞങ്ങളെ നീ ഇളിഭ്യരാക്കരുത്. അപ്പോൾ ആ ഒരു അവസ്ഥ നമ്മൾ ശരിക്കും മനസ്സിൽ ആലോചിച്ച് നോക്കണം. മറ്റുള്ളവരിൽ നിന്നൊക്കെ മാറി ഇളിഭ്യനാകുന്ന ഒരു സാഹചര്യം ആഖിറത്തിൽ വരികയാണെങ്കിൽ അത് എത്ര വലിയ നാണക്കേടായിരിക്കും. ജീവിതം മുഴുവനും നഷ്ടപ്പെട്ടു പോകും എന്ന ചിന്ത ഉണ്ടാവുകയും ഈ ദുആ നമ്മൾ പതിവാക്കുകയും ചെയ്യണം. ശേഷം സൂറത്തുൻ നിസാഇൻ്റെ ആദ്യത്തെ 10 ആയത്തിൽ യതീമുകളുമായി ബന്ധപ്പെട്ട പ്രധാന നിർദ്ദേശമുണ്ട്. യതീം എന്ന് കേൾക്കുമ്പം യതീം ഖാന കമ്മിറ്റി പ്രസിഡൻറ്റ് എന്ന് കരുതരുത്. കുടുംബത്തിലൊരു വ്യക്തി മരിച്ചു, അദ്ദേഹത്തിന് പ്രായപൂർത്തിയാക്കാത്ത മക്കളുണ്ടെങ്കിൽ അവരാണ് യതീം. യതീം ഖാനകളൊക്കെ എന്ന് വന്ന സംവിധാനങ്ങളാണ്. അതില്ലെങ്കിൽ പോലും യതീമിൻ്റെ വിഷയം പ്രസക്തമാണ്. കുടുംബത്തിലൊരു വ്യക്തി മരിച്ചു, കുട്ടികൾ മൈനറുണ്ട്, എല്ലാ കുടുംബക്കാരും പോയി യതീം ഖാനിലാക്കണം എന്നില്ല. അപ്പോൾ അവരുടെ ഉള്ളാപ്പ, മൂത്തമ്മ, ഉപ്പാപ്പ, ഉമ്മാമ്മ
ആ കുഞ്ഞിനെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. സ്നേഹത്തോടെ ഉപ്പ നഷ്ടപ്പെട്ട കുട്ടിയാണെന്നുള്ള അർത്ഥത്തിൽ നല്ല രീതിയിൽ അവരെ സംരക്ഷിക്കണം. നമ്മുടെ സമ്പത്ത് അവർക്ക് വേണ്ടി ചിലവഴിക്കണം. ഇനി അവർക്ക് സമ്പത്തുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ഗുണകരമാകുന്ന രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണം. കച്ചവടത്തിൽ ഇടലാണ് നല്ലതെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇല്ല അത് സൂക്ഷിച്ച് വെച്ച് ചിലവാക്കലാണ് നല്ലതെങ്കിൽ ആ രീതിയിൽ ചെയ്യണം. അവർക്ക് ഏറ്റവും ഗുണകരമാകുന്ന രീതിയിൽ ചെയ്യണം. അതേപോലെ അവരുടെ നിക്കാഹിൻ്റെ വിഷയം നല്ലൊരു മോളാണെന്ന് കരുതുക. അപ്പം നമ്മളുമായി ബന്ധപ്പെട്ടൊരു ആൺകുട്ടിയുണ്ട്, ഇവർക്ക് വേണമെങ്കിൽ ഇതിനേക്കാൾ നല്ല ബന്ധമൊക്കെ കിട്ടും. പക്ഷെ നമ്മളുടെ കീഴിലുള്ള യതീമാണ്, നമ്മുടെ സംരക്ഷണത്തിലുള്ളതാണെന്ന് കരുതി നമ്മൾ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ അവർ സ്വീകരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പം അവർക്ക് പ്രതികൂലമാകുന്ന തീരുമാനങ്ങൾ എടുക്കാതെ മറിച്ച് അവർക്ക് നല്ല തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കണം. അങ്ങനെ പറയുമ്പോൾ പറയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര സ്ത്രീകളുണ്ട്, 2, 3, 4 വിവാഹം ചെയ്തോളൂ. നീതി പാലിക്കാൻ ഒന്നാണ് ഏറ്റവും നല്ലത്. അപ്പം യതീമിൻ്റെ വെറുതെ വിട്ടേക്ക് എന്ന് പറയുന്ന കൂട്ടത്തിൽ ഈ കാര്യം പരാമർശിച്ച് പോകുന്നുണ്ട്. അതേപോലെ യതീമിൻ്റെ സമ്പത്ത് അവർക്ക് പ്രായം എത്തിക്കഴിയുമ്പോൾ, ഇപ്പോൾ സമ്പത്ത് എത്രയാണുള്ളത്, 50,000 രൂപ ആണെങ്കിൽ ആ രീതിയിൽ, എല്ലാ കോടിക്കണക്കിന് സമ്പത്താണെങ്കിൽ അത്രയും കൈകാര്യം ചെയ്യാനുള്ള കൈകാര്യപ്രാപ്തി ഉണ്ട് എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. മാർക്കറ്റിൽ പോയി വിലപേശാനും സമ്പത്ത് കൈകാര്യം ചെയ്യാനൊക്കെയുള്ള പരിശീലനം നൽകി ആയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആ സമ്പത്ത് സാക്ഷികളെ നിർത്തി നിങ്ങൾ അവർക്ക് കൈമാറണം. യതീമിൻ്റെ സമ്പത്ത് അന്യായമായി കഴിക്കുന്നവർ നരകത്തിലെ തീയാണ് അവർ വയറ്റിൽ കഴിക്കുന്നത്. ഈ വിഷയമാണ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 10 ആയത്തുകളിൽ പരാമർശിക്കുന്നത്. ശേഷം 2 ആയത്തിൽ അനന്തരാവകാശത്തെക്കുറിച്ചുള്ള പരാമർശമാണ്. നന്നായിട്ട് കണക്ക് കൂട്ടാൻ അറിയുന്നവർ ഈ ദശാംശം, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, 2-1 പറഞ്ഞാൽ എത്രയാണ്, 6-1 എത്ര ശതമാനം വരും, ഇതൊക്കെ കൃത്യമായി അറിയുന്നവർക്ക് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് പഠിക്കാവുന്ന സംഗതിയാണ് അനന്തരാവകാശം. അപ്പം ഒരു കാര്യം മാത്രം തൽക്കാലം ഇവിടെ സൂചിപ്പിക്കാം. 6 അവകാശികൾക്ക് എപ്പോഴും ഓഹരി ഉണ്ടായിരിക്കും. ഉപ്പ, ഉമ്മ, ഭാര്യ, ഭർത്താവ്, മകൻ, മകൾ. ഇതല്ലാത്ത മറ്റു പലരും അവർക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും, ഇല്ലാത്ത സാഹചര്യങ്ങളുണ്ടാകും. അപ്പം എത്രയാണ് ഓഹരി, എങ്ങനെ ഏത് സമയത്ത് എത്ര കിട്ടും എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ, മണിക്കൂറുകൾ ഇരുന്ന് പഠിക്കാനുള്ളൂ കണക്കറിയുന്ന ആളുകൾക്ക്. അപ്പോൾ അതിനെ വിശദമായിട്ട് ഇവിടെ വിവരിക്കുകയാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, 4 മദ്ഹബിലും ഈ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഒരഭിപ്രായ വ്യത്യാസമില്ല. വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു ചെറിയ കുട്ടി മരണപ്പെട്ടു, പിതാവില്ല, പിതാമഹൻ ജീവിച്ചിരിക്കുന്നു, കൂട്ടത്തിൽ സഹോദരനുണ്ട്. ഇങ്ങനെയുള്ള സാധാരണ വർഷങ്ങളായിട്ട് ഇതുവരെയുള്ള അനുഭവത്തിൽ ഇങ്ങനത്തെ സംഭവം വന്നിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള വിഷയത്തിൽ മാത്രം സഹോദരന് കിട്ടുമോ ഇല്ലേ, ഇങ്ങനെയല്ലാതെ സാധാരണ കേസുകളിൽ 4 മദ്ഹബിലും ഒരു വ്യത്യാസമില്ല, ഒരു സംഘടനക്കാർക്കും ഒരെതിരഭിപ്രായമില്ല. അത്ര ശരിയായ രീതിയിൽ നമുക്ക് ഈ അനന്തര സ്വത്തിൻ്റെ നിയമം ഖുർആനിൽ വിവരിച്ചു തന്നിട്ടുണ്ട്. ബാക്കി ഇബാദത്തൊക്കെ ആകുമ്പോൾ നമുക്ക് കൈകെട്ടുന്ന കാര്യത്തിലോ വജ്ജഹത്തുവിൻ്റെ സമയത്ത് ഏത് ദിക്ർ ചെല്ലണം, ഇതൊക്കെ നമുക്ക് ഏത് രീതിയിൽ അമൽ ചെയ്ത പോലെ ഒരുപാട് ഓപ്ഷൻസ് ഹദീസിൻ്റെ വെളിച്ചത്തിൽ ഫിഖഹിൻ്റെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അനന്തര സ്വത്ത് അങ്ങനെ പറ്റുന്ന സംഗതിയല്ലല്ലോ, ഓരോരുത്തർക്ക് അവരുടെ അഭിപ്രായം അനുസരിച്ച് വിധിച്ച് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ദീനിൽ ആർക്കും 2 അഭിപ്രായം ഉണ്ടാവാത്ത രീതിയിൽ തന്നെ നമുക്കെല്ലാം വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതാനും മണിക്കൂറുകളിരുന്ന് പഠിക്കാനേ ഉള്ളൂ. അതുപോലെ ഈ സൂറത്തിൻ്റെ ഈ ജുസിൻ്റെ അവസാന ഭാഗത്ത്, ഈ സൂറത്തിൻ്റെ 5-ാമത്തെ പേജിൽ അല്ലാഹു തആല പറയുന്നൊരു സംഗതിയാണ്, നിങ്ങൾ ഭാര്യമാരോട് നന്നായി വർത്തിക്കണം. ആശിറൂഹുന്ന ബിൽ മഅറൂഫ്. നന്നായി വർത്തിക്കണം എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾക്ക് പുറമെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഒരുപാട് ഉപകാരങ്ങളും നന്മകളും ചെയ്യണം എന്നർത്ഥം. അപ്പോൾ എന്തെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അവരിൽ നിന്നും ഇഷ്ടപ്പെടാതെ വരുന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം, അത് കണ്ണടച്ച് വിടണം. നല്ല ഒരുപാട് സംഗതികളുണ്ടല്ലോ, അല്ലാഹു തആല നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ ഒരുപാട് ഖൈറുകൾ ചെയ്തു തരും എന്ന് അല്ലാഹു തആല നമുക്ക് ഉപദേശം തരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ 4-ാമത്തെ ജുസ്ഇൽ പറയുന്നത് ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അല്ലാഹു തആല ഖുർആൻ ശരിയായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് തരട്ടെ. ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.